Eso es el desierto. ഈ വർഷത്തെ എൻ്റെ ഒരു ഓസ്കാർസ് പ്രെഡിക്ഷൻ പറയാം. സിറാത്ത് 2 കാറ്റഗറിയിൽ നോമിനേറ്റഡ് ആണ്. ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം, ബെസ്റ്റ് സൗണ്ട്. ഈ 2 കാറ്റഗറിയിലും സിറാത്ത് വിൻ ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെ ബാക്ക് ചെയ്യുന്ന കുറച്ച് റീസൺസും കൂടി പറയണ്ടേ. വെൽക്കം ടു സുമി ടോക്കീസ്. സിറാത്ത് ഒരു സ്പാനിഷ് സിനിമയാണ്. അപ്പം ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഒലിവർ ലാക്സ്, ആളോട് ക്രിട്ടിക്സ് ചോദിച്ചൊരു ചോദ്യം കുറച്ച് ഇവിടെ ശരിക്കും ഈ സിനിമയായിട്ട് വളരെ റെലവൻ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ ഷെയർ ചെയ്യണം. അതായത് എന്തിനാണ് ഇങ്ങനൊരു സിനിമ എടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ആൾ പറഞ്ഞ ഒരു ആൻസർ എന്താണെന്ന് വെച്ചാൽ, ആളിങ്ങനെ ഒരു ഇമേജ് ആണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ആളുടെ മനസ്സിൽ വന്നത്. അതായത് ഒരു ഡെസേർട്ടിൽ വളരെ ഫാസ്റ്റായിട്ട് വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഡെസേർട്ടിൽ വളരെ ഫാസ്റ്റായിട്ടൊരു ട്രക്ക് പോകുന്നു. ആ ട്രക്ക് അറിയാലോ, അപ്പോൾ അതിൻ്റെ 2 സൈഡിലേക്കും പൊടിയൊക്കെ പറത്തിക്കൊണ്ട് ആ ഒരു ഓറഞ്ച് ടെക്സ്ചറുള്ള ആ ഡെസേർട്ടിൽ കൂടെ ആ ഒരു സംഭവം പോകുന്നതാണ് ആൾ ആദ്യമായിട്ട് കണ്ട ഇമേജറി. അതിൽ നിന്ന് ആൾ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ് പിന്നെ സിറാത്ത് എന്നാണ് പറഞ്ഞത്. ആക്ച്വലി അങ്ങനെ ഒരു ഇമേജ് വന്നപ്പോൾ ആള് പിന്നെ കുറേ ഇൻട്രോസ്പെക്ഷനൊക്കെ ആളുടെ മനസ്സിൽ വന്നു. ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നത് അല്ലേ, നമ്മളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് എത്ര പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമായിരിക്കില്ല വരുന്നത്. പലപ്പോഴും നമ്മളുടെ ഉള്ളിലെ കുറേ ഡാർക്ക് സൈഡൊക്കെ നമുക്ക് വരും, പിന്നെ കുറേ ഫിലോസഫിക്കൽ സൈഡ് വരും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ആൾ ഒരു സിനിമ ചെയ്തതാണ് സിറാത്ത്. സത്യം പറയാമല്ലോ, ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അതേ ഫീലിംഗ് തന്നെയാണ് കിട്ടുന്നത്. സിനിമയ്ക്ക് അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സിനിമ ഫോർമാറ്റ് ഒന്നും തന്നെ ഇല്ല. ചെറിയൊരു ത്രെഡുണ്ട്, പക്ഷേ എന്നാലും സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു പിടിയും കിട്ടാത്തൊരു സിനിമയായിട്ടാണ് സിറാത്ത് നിൽക്കുന്നത്. അതായത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓരോരുത്തരും കാണുന്നത് ഈ സിനിമയിൽ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന സിനിമയായിട്ടാണ് സിറാത്ത് നിൽക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും യുണീക്കായിട്ടുള്ള എലമെൻറ്റ് എന്ന് ഞാൻ പറയും. കാരണം ഈ സിനിമ നമ്മളങ്ങ് ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. ഈ സിനിമയിൽ ഓരോ ഷോട്ടുകളും അങ്ങനെയാണ്. വിഷ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റണ്ണിങ് വിഷ്വൽസാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സിനിമയുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്കും വലിയ പിടിയില്ല, സിനിമയിലെ ക്യാരക്ടേഴ്സിനും വലിയ പിടിയൊന്നുമില്ല. പക്ഷേ സിനിമയിൽ വെച്ചിരിക്കുന്നൊരു ടാർഗറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ ഒരു ഇന്നർ സൈഡിലേക്ക്, ഒരു നോമാൻസ് ലാൻഡ് പോലെ നിൽക്കുന്ന സൈഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മളതിൽ കാണുന്നത്. അപ്പോൾ ബേസിക് ഒരു ത്രെഡ് പറയാം, ഒരു ചെറിയ ത്രെഡേ ഉള്ളൂ. അതിനൊരു കൃത്യമായുള്ളൊരു എക്സ്റ്റൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവം നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു അച്ഛൻ ഒരു മകളെ തേടി ഇറങ്ങുന്നതാണ്. കാരണം മകൾ മിസ്സിങ് ആണ് കുറച്ച് നാളായിട്ട്. കൂടെ രണ്ടാമത്തെ കുട്ടിയുണ്ട്, ചെറിയൊരു കുട്ടിയാണ്, ഒരു 10-11 വയസ്സുള്ളൊരു ബോയ് ഉണ്ട്, ആളുടെ ഒരു ഡോഗി ഉണ്ട്. അങ്ങനെ ഇവർ 3 പേരും ഒരു കാറിൽ ഇങ്ങനെ ഒരു റേവ് പാർട്ടി എല്ലാവർക്കും അറിയാലോ, നമ്മളെ ഒരു ഓഷോ പാർട്ടിയൊക്കെ അലച്ചാൽ മതി. അത്യാവശ്യം ഒരു ഡ്രിങ്ക്സ് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാവും, കുറച്ച് ഡ്രഗ് അടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഹെവി ബാസ് മ്യൂസിക് ഒക്കെ വെച്ച് ഇങ്ങനെ പാട്ട്, ഡാൻസ്, അങ്ങനെ സ്വയം മറന്ന് ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഒന്നിനെക്കുറിച്ചും ആലോചിക്കാത്ത ഒരു കൂട്ടം ക്രൗഡ്. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ഒരു റേവ് പാർട്ടികളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആളാണ് മകൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ പാർട്ടികളിൽ കുറച്ച് ഹിപ്പികൾ അവിടെയുള്ള അവരോട് ചോദിക്കുന്നു, അവർ ഫോളോ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ത്രെഡ്. You know this girl? Es mi hija. Hace 5 meses que no sabemos nada de ella. Hay otra fiesta en el desierto. A lo mejor estará por ahí. അപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന യാത്രയിൽ ഒരു സൈഡിൽ വെച്ചിട്ട് ഈ സിനിമയുടെ ക്യാരക്ടർ അങ്ങ് മാറും. അപ്പം നമ്മൾ ശരിക്കും കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇതിൻ്റെ വിഷ്വൽസിൽ മുഴുവനും ഈ ഓറഞ്ച് ടെക്സ്ചർ എന്ന് പറയുന്നത്, എനിക്ക് ആ ഒരു ഡെസേർട്ടിൻ്റെ വിഷ്വൽസ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ നോക്കിയ ഒരു ഡെസേർട്ടിൻ്റെ വിഷ്വൽസ് എന്താണിപ്പോൾ അങ്ങനെ നമ്മൾ ഒരിക്കലും അല്ല കേട്ടോ. നമ്മളൊരു
ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ വിഷ്വലി എങ്ങനെ ഒരു സിനിമ പറയാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളൊന്നുമല്ല. നമുക്ക് ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സിറാത്തിൻ്റെ ഒരാൾക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണ് സിറാത്ത്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ സിനിമയിലെ ഷോക്കിംഗ് എക്സ്പീരിയൻസസ് ഇങ്ങനെ തുടങ്ങും. നമ്മൾ അപ്പോൾ വരുന്ന ആ ഷോക്ക് ഉണ്ടല്ലോ, ആദ്യത്തെ ഇൻസിഡൻറ്റിൽ നമ്മളിങ്ങനെ ആ സീറ്റിൻ്റെ എഡ്ജിലേക്ക് വന്നിട്ട് ഒരു ഷോക്കിലേക്ക് പോയിട്ട് പിന്നെ ഈ സിനിമ കഴിയുന്നവരെ നമുക്ക് ആ ഷോക്കിൽ നിന്ന് വലിയ റിലീഫൊന്നുമില്ല. ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഈ ട്രാവലിനോടനുബന്ധിച്ച് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഒരു കാറിൽ, ഇവർ മറ്റേ ഒരു വാനിൽ ഈ ഹിപ്പി ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു പിന്നീട് അങ്ങോട്ട് ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൗണ്ട് ഡിസൈൻ എന്തുകൊണ്ടാണ് ഇതിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കാറും ഈ വാനും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഏരിയ, ആ റോഡുകളും അതിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസും അതിനോടനുസരിച്ച് ഈവൻ ഈ ഒബ്ജക്ട്സ്, അത് ഈ കാറ് ഇങ്ങനെ ഈ വാനൊക്കെ ഓരോരോ സൗണ്ടുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു കണക്റ്റ് വരുന്ന രീതിയിലുള്ളൊരു സൗണ്ട് ഡിസൈനാണ് ഈ സിനിമയ്ക്കുള്ളത്. അത് കഴിഞ്ഞിട്ട് അവസാനമൊക്കെ ആകുമ്പോൾ ഇവരൊരു സ്ഥലത്ത് എത്തി. അവിടെ ഇവർക്ക് പല പല ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഇവരവിടെ പാർക്ക് ചെയ്യുന്നൊരു അവസ്ഥ വരും. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഈ സിനിമയുടെ മീനിങ്, സിറാത്ത് എന്ന് പറഞ്ഞ അറബിയിൽ ഒരു അറബി വേർഡാണ് അത്. നാരോ പാത്ത് ടു ഹെവൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ലൈഫിനും ഡെത്തിനും ഇടയിൽ നിൽക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഈ സിനിമയുടെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാവരും കാണുന്നത്. അവിടെ നിന്നൊരു ജേണി ഉണ്ട്. ആ ജേണി ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ ചെയ്യുന്നു, ആരും അത് ക്രോസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംഭവമുണ്ട്. ലാസ്റ്റ് ഈ ഹെവൻ ഹെൽ ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു വാക്ക്, അത് പിന്നെ ഒരു മ്യൂസിക് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇത് മുന്നേ കേട്ടിട്ടുള്ള ഒരു സംഭവം കേട്ടോ. പല ഒറിജിനൽ മ്യൂസിക് ഇതുകളും ബീജിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിനിമയിലാണ്, ഒരു ഹോളിവുഡ് ഫിലിമിൽ കണ്ടില്ല. എനിക്ക് ഓർമ്മയില്ല അത് ഏതാണെന്ന്. അത്ര ഞാൻ റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് കിട്ടിയിട്ടില്ല. പക്ഷെ അതൊക്കെ നമ്മളെ ഉണ്ടല്ലോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ എൻഡിൽ ഇതിലെ ക്യാരക്ടേഴ്സ് എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അവിടെയും ഒരു ജേണി ഉണ്ട്. അപ്പോൾ ഈ സിനിമ ഇവിടെ നിന്ന് ഡെസേർട്ടിൽ നിന്ന് വേറൊരു ട്രക്കിലേക്ക് ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ട്രാൻസെൻഡ് ചെയ്യപ്പെടാന്ന് തന്നെ പറയണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ആ ജേണിയാണ് അവസാനം ഇതിൻ്റെ കാണിക്കുന്നത്. സിനിമ എൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എൻ്റെ അർത്ഥം ഇത് മറ്റൊരു ജേണിയിലേക്ക് ഈ സിനിമ ഇങ്ങനെ കയറുന്ന പോലെയാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ജേണിയോ അല്ലെങ്കിൽ നമുക്ക് ഈ സിനിമയിലെ എന്തെങ്കിലും സ്റ്റോറി ലൈനോ അങ്ങനെയായിട്ടൊന്നും ഈ സിനിമയിൽ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ഇന്നർ ജേണിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹെല്ലിനും ഹെവനും ഇടയിലുള്ള, ലൈഫിനും ഡെത്തിനും ഇടയിലുള്ള ഒരു മീഡിയേഷനൊക്കെ കൊണ്ടുവരുന്നൊരു സിനിമയാണ്. ഫിലോസഫിക്കലാണ്. അത് മാത്രമല്ല വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സിറാത്ത് ഒരു എന്താ പറയുക ഓൾ ടൈം എക്സാമ്പിളായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. എല്ലാം കൊണ്ടും സൗണ്ട് ആണെങ്കിലും സിനിമറ്റോഗ്രഫി ആണെങ്കിലും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഹിപ്പി ലൈഫിൻ്റെ ഉള്ളിൽ, ആ സ്പെക്ട്രത്തിൻ്റെ ഉള്ളിൽ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അവരുടെ ഉള്ളിലെ വൂൺസ് അതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, ഇങ്ങനെ പല പല സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. No nos queda otra. ¿O no echas de menos a tu antigua familia? No mucho. ഞാൻ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ് കണ്ടത്. ഫിലിം ഫെസ്റ്റിവൽസിൽ മാത്രം റൺ ചെയ്തിരുന്ന സിനിമയാണ്. നമുക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും തിയേറ്ററിൽ വരുമോ എന്ന് എനിക്കറിയില്ല. ഡെഫിനറ്റ്ലി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അങ്ങനത്തെ സിനിമയാണ് സിറാത്ത്. അതായത് നമ്മൾ വേറെ എവിടെ ഇരുന്ന് കണ്ടിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ കണ്ട ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഇത് കാണുമ്പോൾ കംപ്ലീറ്റ് ഈ സ്റ്റെപ്സിലൊക്കെ ആൾക്കാർ ഇരിക്കുകയാണ്. ഫുൾ തിയേറ്റർ ഫുള്ളാണ്. ഒരു ശബ്ദം പോലും, ഒരു ഓഡിയൻസിൽ നിന്ന് ഒരു ശബ്ദം പോലും ഉണ്ടാവാതെയാണ് ഈ സിനിമ ഞാൻ കണ്ടത്. അതാണ് ഈ സിനിമയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. കണ്ടാൽ മാത്രം മനസ്സിലാവുന്നൊരു സിനിമയാണ്.
അതുകൊണ്ട് എന്ത് ചാൻസ് കിട്ടിയാലും സിറാത്ത് നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളിത് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞ് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഡോണ്ട് എവർ മിസ് ഇറ്റ്. ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. നിങ്ങളൊരു ട്രഡീഷണൽ സിനിമയുടെ ആൾക്കാരാണെങ്കിൽ കണ്ടിട്ട് കാര്യമൊന്നുമില്ല. അല്ലാതെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് സിനിമ എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നൊരു സിനിമയാണ് സിറാത്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി കാണുക, എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Eso es el desierto.